മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞെന്നാണ് പരാതി. കാലവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതി ചികിത്സ തേടിയത്. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് കൊണ്ടുപോയി കയറ്റി. രാവിലെ 7 മണിക്ക് ഓപ്പറേഷൻ ചെയ്ത് 11 മണിയായപ്പോഴത്തേന് വാർഡിക്ക് മാറ്റി. കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആള് വർത്തമാനം പറയാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എക്സ്റേ എടുക്കണം പറഞ്ഞു. എക്സ്റേയിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഒരു 5 മണിയായപ്പോൾ രാത്രിയിൽ ഇങ്ങനെ കാലിന്റെ കളർ മാറുന്നുണ്ടായിരുന്നു. കാലിന്റെ കളർ മാറിയപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അതും കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്തൊക്കെ കറക്റ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെയും അവരുടെ റൂമിലേക്ക് പോയി. പിന്നെ രാത്രിയിൽ പെരും തണുപ്പ് കാലിന്. പിന്നെ അമ്മമ്മയ്ക്ക് ഇടങ്ങേറായിട്ട് അപ്പോൾ പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോ, ഇവിടെ ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോഴത്തേനും ഡോക്ടർ ഒരു ആംബുലൻസ് ഒക്കെ വിളിച്ച് മൂപ്പർ എന്തൊക്കെയോ ഒരു പേപ്പറൊക്കെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കുറേ സൈനൊക്കെ ചെയ്യിപ്പിച്ച് 12 മണിയായപ്പോഴത്തേനും അവിടുന്ന് അവിടെ കോഴിക്കോട് കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോഴാണ് അറിയണത് ഞരമ്പ് മുറിച്ചതാണ്. എന്നിട്ട് മുറിച്ചിട്ട് ബാക്കിക്ക് വെച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ച് വെച്ചത് കാര്യം ഓരോ സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത്. ജംഷീർ കൊടിഞ്ഞു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, എന്താണ് ഇവർ പറയുന്ന പരാതി? വിനിഷ, ഈ 73-കാരി, അതായത് ചുങ്കത്തറ സ്വദേശിയായിട്ടുള്ള 73-കാരിയെ കഴിഞ്ഞ മാസം 26-നാണ് ആദ്യമായി ഈ കാലിന്റെ ഇടുപ്പിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആദ്യമായി ഡോക്ടറെ കാണിക്കാൻ വരുന്നത്. ഈ സാധാരണഗതിയിൽ, അതായത് ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നടന്നാണ് അവർ ആശുപത്രിയിലേക്ക് വന്നിരുന്നത്. അങ്ങനെ ചികിത്സ ആശുപത്രി ഡോക്ടറെ കണ്ടു. ഈ സമയം തുടയലിന് തേയ്മാനമുണ്ട്, സർജറി വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് കുറച്ച് ടെസ്റ്റുകളൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ടു. ആ ടെസ്റ്റുകളൊക്കെ ആയി പിന്നീട് 6-ാം തീയതി വന്നു. അങ്ങനെയാണ് ഈ ടെസ്റ്റുകൾക്ക് ശേഷം സർജറി എന്തായാലും വേണ്ടി വരും, സർജറി തന്നെയാണ് ഇതിന് ഓപ്ഷൻ എന്ന് പറഞ്ഞ് അവരെ മടക്കി വയ്ക്കുകയും ആ സർജറിക്ക് വേണ്ടി ഒരു ഡേറ്റ് നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അവർ ഈ മാസം 10-ാം തീയതി, മെയ് 10-ാം തീയതിയാണ് ആശുപത്രിയിൽ വരുന്ന അഡ്മിറ്റ് ആകുന്നത്. 12-ാം തീയതി അവരുടെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞതിന് ശേഷം, അത് അന്നേ ദിവസം രാവിലെയാണ് സർജറി കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഉച്ചയോടുകൂടി വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ സർജറി കഴിഞ്ഞത് മുതൽ തന്നെ ഇവരുടെ കാലിന് വലിയ വേദന അനുഭവപ്പെടുകയും കാലിൽ തന്നെ പലതരത്തിലുള്ള നിറമാറ്റം സംഭവിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ആശുപത്രി ഡോക്ടർമാരെ അറിയിച്ചെങ്കിലും അതൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല ഈ സർജറിക്ക് ശേഷം നടത്തിയ എക്സ്റേയിലൊന്നും പ്രശ്നമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതായും പറഞ്ഞു ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ അന്നേ ദിവസം രാത്രി ഏതാണ്ട് 12 മണിയോടുകൂടിയൊക്കെ ആയപ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുകയും കാലിന് വലിയ തരത്തിൽ മരവിപ്പഴുപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അധികൃതർ അവരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും അർദ്ധരാത്രിയോട് കൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഈ സർജറിക്ക് ശേഷം ഞരമ്പ് കട്ടായിട്ടുണ്ടെന്നും ഈ ഞരമ്പ് പിറകോട്ട് വെച്ച് സ്റ്റാപ്പിൾ ചെയ്തിരിക്കുകയാണെന്നും കണ്ടെത്തിയത്. പിന്നീട് അവിടെ ICUവിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ എപ്പോഴും അവിടെ ചികിത്സ തുടരുകയാണ്. ഇതിനോടകം തന്നെ ഏതാണ്ട് 3ഓളം സർജറികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഗുരുതരമായൊരു ചികിത്സാ പിഴവ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നും ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനോടകം തന്നെ ഇപ്പോൾ പണം നൽകിയൊക്കെയാണ് അവിടെ ചികിത്സ നൽകുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് രൂപ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റു ഉപകരണങ്ങളും ഒക്കെ തന്നെ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന അടക്കമുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കൂടി ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബന്ധുക്കൾ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഈ സർജറി ചെയ്തെന്ന് പറയുന്ന ഡോക്ടർ വിദേശത്താണ്. അദ്ദേഹം എത്തിയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിയുമെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം.